നമ്മൾ ജോഗ്രഫിയിലെ ഇന്ത്യയുടെ പൊസിഷനിങ് ഇൻ ദ വേൾഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യ നമ്മൾ ഗ്ലോബൽ മാപ്പ് നോക്കുമ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എവിടെ വരുന്നു, ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻസ് എത്രത്തോളമാണ്, അതേപോലെ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വലിപ്പം വെച്ച് India ranks 7th in the world. India is the 7th largest country in the world. ഇനി ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻസോട് നോക്കണം. അപ്പം അതിന് മുന്നേ എന്താണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ എർത്തിലെ പല പൊസിഷൻസിനെ നമുക്കൊരു ജോഗ്രഫിക്കലി ഇന്ന് റെഫർ ചെയ്യാനായിട്ട് ഇതിനെ നമ്മുടെ വേൾഡ് മാപ്പിനെ തന്നെ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നോർത്ത് പോൾ തൊട്ട് സൗത്ത് പോൾ വരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ വേർട്ടിക്കലി വരയ്ക്കുന്ന ജോഗ്രഫിക്കൽ റെഫറൻസ് ലൈൻസ് ആണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഹൊറിസോണ്ടലി നമ്മൾ ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ജോഗ്രഫിക്കൽ റെഫറൻസ് ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ അതിൽ നമ്മളൊരു പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ 0 ഡിഗ്രിയോട് കൂടിയുള്ള റെഫറൻസ് ലാറ്റിറ്റ്യൂഡ് ആദ്യത്തെ ലോഞ്ചിറ്റ്യൂഡായിട്ട് നമ്മൾ വിളിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനെയാണ്. അപ്പോൾ അതിനെ പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറീഡിയൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻവിച്ച് മെറീഡിയൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ വരുന്ന ഈ ഗ്രീൻവിച്ച് മെറീഡിയൻ്റെ ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഗ്രീൻവിച്ച് മെറീഡിയൻ ലെഫ്റ്റിലോട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം ലോഞ്ചിറ്റ്യൂഡിനലിലെ ഡിഗ്രീസ് നമ്മൾ നോക്കുമ്പോൾ അതിനെല്ലാം വെസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ റൈറ്റിലേക്കുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈസ്റ്റ് എന്നുള്ള ഒരു റെഫറൻസ് ഡയറക്ഷനാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഗ്ലോബൽ പ്ലേസ്മെന്റ് നോക്കുവാണെങ്കിൽ ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വാല്യൂസ് ആണ് ഇന്ത്യയുടെ എക്സ്റ്റൻഷൻസിൽ അല്ലെങ്കിൽ ഇന്ത്യയെ കൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ്സിന് വരാൻ പോകുന്നത്. ഇനി ലാറ്റിറ്റ്യൂഡിന്റെ കേസ് പറയുവാണെങ്കിൽ ഇക്വേറ്റർ ആണ് നമ്മുടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡായിട്ട് ആദ്യത്തെ റെഫറൻസ് ലാറ്റിറ്റ്യൂഡായിട്ട് കൺസിഡർ ചെയ്യുന്ന ഇക്വേറ്ററിനെയാണ്. ഇക്വേറ്ററിന് മുകളിലോട്ടുള്ള നമ്മുടെ ഗ്ലോബിന്റെ പോർഷൻസിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഇക്വേറ്ററിന് താഴെയുള്ളതിനെ സദേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കും. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, അതായത് ഇക്വേറ്ററിന്റെ മുകളിലായിട്ടാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ലൊക്കേഷൻ പറയുമ്പോൾ ഇറ്റ് ഇസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇനി നോർത്തേൺ ഹെമിസ്ഫിയർ മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് ഇക്വേറ്റർ കൂടാതെ മറ്റ് റെഫറൻസ് ഗ്രിഡ് ലൈൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇക്വേറ്റർ കൂടാതുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടെ പോകുന്ന ഒരു റെഫറൻസ് ലാറ്റിറ്റ്യൂഡാണ്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ഡിഗ്രീസ് നമ്മൾ പറയുവാണെങ്കിൽ ഇക്വേറ്റർ 0 ഡിഗ്രി, ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത് 23.5 ഡിഗ്രീസ് നോർത്ത്. 23.5 ഡിഗ്രീസ് നോർത്ത് എന്ന് വരാൻ കാരണം ഇക്വേറ്ററിന് നോർത്ത് ഡയറക്ഷനാണ്, മുകളിലോട്ടായതുകൊണ്ട് നോർത്ത് എന്നുള്ള വാല്യൂസ് ആണ് ഇക്വേറ്ററിന് മുകളിലോട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സിനെല്ലാം കൊടുക്കുന്നത്. ഇക്വേറ്ററിന് താഴോട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സിനെല്ലാം നമ്മൾ സൗത്ത് എന്നുള്ള ഡയറക്ഷനാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോലെ തന്നെ 23.5 ഡിഗ്രീസ് സൗത്തിൽ നമുക്കൊരു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട്. അപ്പം നമുക്ക് ഇന്ത്യയുടെ കേസിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിൽ കൂടാണ് പാസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ പാസ് ചെയ്യുന്നു അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ വാല്യൂ ഓർത്തോളുക 23.5 ഡിഗ്രീസ് നോർത്ത്. ഇനി ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ വേൾഡിലെ കൺട്രീസിനെ ട്രോപ്പിക് സോണിൽ വരുന്നു, ടെമ്പറേറ്റ് സോണിൽ വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി അതിൻ്റെ ബേസിസ് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ട്രോപ്പിക് ഓഫ് ക്യാൻസർ തൊട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയുള്ള ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡിങ് കൊടുത്തിരിക്കുന്ന അത്രയും ഏരിയാസും ട്രോപ്പിക് സോണിലാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രോപ്പിക് സോൺ എന്ന് വെച്ചാൽ ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള സോണാണ്. അവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. കുറച്ചുകൂടെ ഹോട്ടർ ആയിട്ടുള്ള ക്ലൈമറ്റ്സ് ആണ് ഈ ട്രോപ്പിക് സോണിലുള്ള രാജ്യങ്ങളിൽ വരുന്നത്. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലോട്ട് നമുക്ക് മറ്റൊരു റെഫറൻസ് ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ആർട്ടിക് സർക്കിൾ എന്ന് പറയും. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ തൊട്ട് ആർട്ടിക് സർക്കിൾ വരെയുള്ള ആ ഒരു സോണിനെ നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്നാണ് പറയുന്നത്. ടെമ്പറേറ്റ് സോണിൽ കുറച്ചുകൂടെ മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്, അതായത് ഒരുപാട് ചൂടുമല്ല ഒരുപാട് തണുപ്പുമല്ല. ഇനി ആർട്ടിക് സർക്കിളിന് മുകളിലോട്ടാണ് നമുക്ക് നോർത്ത് പോൾ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റ് ആണ്. അപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വെച്ച് നമുക്ക് ഈ ട്രോപ്പിക് സോണ് മുകളിൽ, ടെമ്പറേറ്റ് സോണ് ഏറ്റവും മുകളിൽ നമുക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് ഉള്ള പോളാർ സോൺ, അതായത് ആർട്ടിക് സർക്കിളിന് മുകളിലോട്ടുള്ള പോളാർ സോൺ എന്ന് നമുക്ക് വിളിക്കാം.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ താഴോട്ട് നമുക്ക് നമ്മുടെ ആ പെനിൻസുലർ റീജിയൻ വരുന്നുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ നമുക്ക് നോർത്ത് ഇന്ത്യയുടെ നമ്മുടെ ഹിമാലയൻ റീജിയൻ ആ പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ ക്ലൈമറ്റ് നമ്മൾ പറയുമ്പോൾ നമുക്ക് താഴോട്ട് സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കൂടുതലും ട്രോപ്പിക് ക്ലൈമറ്റും അല്ലെങ്കിൽ ട്രോപ്പിക് സോണിലായതുകൊണ്ട് തന്നെ ട്രോപ്പിക് ക്ലൈമറ്റും, നോർത്തേൺ ഇന്ത്യയിൽ നമുക്ക് ടെമ്പറേറ്റ് സോണിലായതുകൊണ്ട് കുറച്ചുകൂടെ മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റുമാണ്. അപ്പം നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷനും ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷനാണ് പറഞ്ഞു തുടങ്ങിയിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എവിടം തൊട്ട് എവിടം വരെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും താഴത്തെ ടിപ്പ് തൊട്ട് ഏറ്റവും മുകളിലത്തെ ടിപ്പ് വരെയാണ് ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വാല്യൂസ്, ലാറ്റിറ്റ്യൂഡ് എക്സ്റ്റൻഷൻ്റെ വാല്യൂസ് വരുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് തൊട്ട് 37 ഡിഗ്രീസ് 6 മിനിറ്റ്സ് നോർത്ത് വരെയാണ്. അപ്പം ഇന്ത്യ മൊത്തത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻസിന് 2 വാല്യൂവിലും നോർത്ത് വാല്യൂസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ പറയുവാണെങ്കിൽ ഇന്ത്യ ഈസ്റ്റിലാണ് കിടക്കുന്നത് കമ്പയർ ടു ദ പ്രൈം മെറിഡിയൻ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ ഇന്ത്യയുടെ ഏറ്റവും വെസ്റ്റിലുള്ള ഗുജറാത്തിലെ പോയിന്റ് തൊട്ട് അങ്ങ് ഈസ്റ്റിലുള്ള നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിന്റെ ആ ഒരു എക്സ്ട്രീം പോയിന്റ് വരെയുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ്സ് ഈസ്റ്റ് ആണ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു ഇന്ത്യ കിടക്കുന്ന ട്രോപ്പിക് സോണിലാണോ ടെമ്പറേറ്റ് സോണിലാണോ എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ട്രോപ്പിക് സോൺ ആൻഡ് നോർത്തേൺ പാർട്ട് ലൈസ് ഇൻ ടെമ്പറേറ്റ് സോൺ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് നോക്കാം. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ വാല്യൂ 23 ഡിഗ്രി 30 മിനിറ്റ്സ് നോർത്ത്. 23.5 ഡിഗ്രീസും 23 ഡിഗ്രി 30 മിനിറ്റ്സും ഈക്വൽ ആണ്. അതായത് ഒരു ഡിഗ്രിയുടെ പകുതിയാണ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 23.5 എന്നും പറയാം, അല്ലെങ്കിൽ 23 ഡിഗ്രി 30 മിനിറ്റ്സ് എന്നും പറയാം. അപ്പോൾ ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയുടെ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്ന സ്റ്റേറ്റ്സ് ആദ്യം ഗുജറാത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് രാജസ്ഥാന്റെ കുറച്ച് പോർഷൻ, രാജസ്ഥാനിൽ കൂടെയും കയറി പോകുന്നുണ്ട്, മധ്യപ്രദേശ് വരുന്നുണ്ട്, ഛത്തീസ്ഗഡ് വരുന്നുണ്ട്, ജാർഖണ്ഡ് വരുന്നുണ്ട്, വെസ്റ്റ് ബംഗാൾ വരുന്നുണ്ട്, ത്രിപുര ആൻഡ് മിസോറാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സിൽ കൂടെ ആണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് നോക്കിക്കോണം. അപ്പോൾ ഇനി നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിൻ്റെ കേസിൽ നമ്മളിപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ലോഞ്ചിറ്റ്യൂഡും നമുക്ക് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയനെ വെച്ചിട്ടാണ്. അതായത് ഇന്ത്യയിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് വേണം. അപ്പോൾ അതിനെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ് എന്ന് പറയുന്ന ലോഞ്ചിറ്റ്യൂഡാണ്. ഈ കാണിച്ചിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിൽ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിലുള്ള ടൈം എത്രയാണോ അതാണ് നമ്മൾ ഇന്ത്യയിൽ മൊത്തം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ടൈം. ഇപ്പോൾ ലോക്കൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇസ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇനി നമ്മുടെ ഗ്രീൻവിച്ച് മെറിഡിയനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ വ്യത്യാസം എത്ര എന്നുള്ളത് നോക്കി വെച്ചേക്കണം. 5 hours 30 minutes ഡിഫറൻസ് ഉണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇസ് 5 hours 30 minutes അഹെഡ് ഓഫ് ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈം. ഇനി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ് ആൻഡ് ആന്ധ്രാപ്രദേശ്. ഈ 5 സ്റ്റേറ്റ്സിൽ കൂടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ പാസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിച്ച എന്തൊക്കെയായിരുന്നു? ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് പഠിച്ചു, ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് പഠിച്ചു. ഇനി ലാറ്റിറ്റ്യൂഡ്, അതായത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് പഠിച്ചു. അതേപോലെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അതിൻ്റെ വാല്യൂ പഠിക്കണം, 82 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ്. അത് ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇനി നമുക്കുള്ളത് ഇന്ത്യയുടെ എക്സ്ട്രീം എൻഡ് പോയിന്റ്സ്, അതായത് ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതോ, ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റും ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റും അറിഞ്ഞിരിക്കണം. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് വരുന്നത് ഇന്ദിരാ കോളിൻ സിയാച്ചിൻ ഗ്ലേഷ്യർ. ഇപ്പോൾ സിയാച്ചിൻ ഗ്ലേഷ്യർ ഒക്കെ വളരെ ഫേമസ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ ലഡാക്കിൽ വരുന്ന ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിലാണ് നമ്മുടെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ത്യയുടെ വരുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ഇന്ദിരാ കോൾ. ഇനി ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് വരുന്നത് നിക്കോബാർ ഐലൻഡ്സിലെ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ
മുകളിൽ ആൻഡമാൻ ഐലൻഡ് വരുന്നു, താഴെ നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പ് വരുന്നു. അതിലെ ഏറ്റവും താഴെയുള്ള പോയിന്റായ ഇന്ദിര പോയിന്റ് ആണ് നമുക്ക് ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് നമുക്ക് വരുന്നത് ഗുജറാത്തിലെ കച്ചിലെ ഗുഹാർ മോട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന സ്ഥലത്തെ ഗുഹാർ മോട്ടി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇനി ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരുന്നത് അരുണാചൽ പ്രദേശിലെ കിബിത്തു എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യയുടെ എക്സ്ട്രീം പോയിന്റ്സ്, നോർത്തേൺ മോസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് കോൾഡ് ഇന്ദിര കോൾ. സദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര പോയിന്റ് ആണ്. ഇനിയും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരുന്നത് ഗുഹാർ മോട്ടി ഇൻ ഗുജറാത്ത് ആൻഡ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരുന്നത് കിബിത്തു ഇൻ അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇത്രയാണ് എക്സ്ട്രീം പോയിന്റ്സ് വരുന്നത്. ഇനിയും നമ്മുടെ ഇന്ത്യയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയ്ബറിംഗ് കൺട്രീസ് ആരൊക്കെയാണ്? ഇപ്പം നെയ്ബറിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാൻഡിലുള്ള കൺട്രീസും ഉണ്ട്, അതേപോലെ ഐലൻഡ് നെയ്ബേഴ്സും ഉണ്ട്. അപ്പം ലാൻഡ് നെയ്ബേഴ്സ് വരുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ. ഇനി ഐലൻഡ് നെയ്ബേഴ്സ് വരുന്ന 2 നെയ്ബേഴ്സ് ഉണ്ട് നമുക്ക്, ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ്. അതിൽ ശ്രീലങ്കയുടെ കാര്യത്തിൽ ഒരു പോയിന്റ് കൂടെ ഓർത്തോണം. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വളരെ കുറച്ചൊരു ഓഷ്യാനിക് സ്ട്രെച്ചാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാർ എന്നാണ് വിളിക്കുന്നത്. ശ്രീലങ്ക ഇസ് സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ ബൈ ദ ഗൾഫ് ഓഫ് മാന്നാർ. പിന്നെ നമ്മുടെ മറ്റൊരു ഐലൻഡ് നെയ്ബറാണ് മാൽദീവ്സ്. മാൽദീവ്സ് വരുന്നത് ഏത് ഓഷനിലാണ്? നമ്മുടെ ഇന്ത്യൻ ഓഷനും അറേബ്യൻ സീയുടെ ആ ഒരു പോർഷനിലായിട്ടാണ്, താഴെയായിട്ടാണ് നമുക്ക് മാൽദീവ്സ് വരുന്നത്. ശ്രീലങ്ക വരുന്നത് ഇന്ത്യൻ ഓഷനിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയ്ബറിംഗ് കൺട്രീസ്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്, ഓരോ നെയ്ബറിംഗ് കൺട്രിയുടെയും അഡ്ജോയിനിങ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതാണ്, അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അതായത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതാണ്, അല്ലെങ്കിൽ ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. അഫ്ഗാനിസ്ഥാൻ വെച്ച് തുടങ്ങാം. അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് നേരത്തെ പറയുമ്പോൾ നമുക്ക് ജമ്മു കാശ്മീർ എന്ന് പറയാമായിരുന്നു. ഇപ്പോൾ പക്ഷേ നമുക്ക് ലഡാക്ക് എന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ ജമ്മു കാശ്മീർ ഒരു സ്റ്റേറ്റ് ആയിരുന്നു, ഇപ്പോൾ ആ സ്റ്റേറ്റ് എന്നുള്ള സ്റ്റാറ്റസ് എടുത്ത് മാറ്റി 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കി, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറിയോട് ചേർന്നാണ് നമുക്ക് അഫ്ഗാനിസ്ഥാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ സ്പെസിഫിക്കലി നമ്മൾ ഇപ്പോഴത്തെ സിനാരിയോ വെച്ച് പറയുവാണെങ്കിൽ ലഡാക്കാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി. പക്ഷേ പഴയ ബുക്സ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ജമ്മു കാശ്മീറും കിടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പക്ഷേ സ്പെസിഫിക്കലി കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഇപ്പം യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് ആണ്. ഇനി ബംഗ്ലാദേശുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് വെസ്റ്റ് ബംഗാൾ, മിസോറാം, മേഘാലയ, ത്രിപുര ആൻഡ് ആസാം. ഭൂട്ടാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് അരുണാചൽ പ്രദേശ്, ആസാം, സിക്കിം, വെസ്റ്റ് ബംഗാൾ. ഇനി ചൈനയുമായിട്ട് നെയ്ബറിംഗ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. മ്യാൻമാറുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ ആൻഡ് നാഗാലാൻഡ്. നേപ്പാളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് സിക്കിം, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്. പിന്നെ പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ജമ്മു കാശ്മീർ, യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ. അപ്പോൾ ഇതിൽ ഓരോ രാജ്യങ്ങളും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയുടെ വേൾഡ് മാപ്പിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ഇന്ത്യയുടെ പൊസിഷൻ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻസ്, അതേപോലെ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ്, ഓരോ നെയ്ബറിംഗ് കൺട്രിയുമായിട്ട് ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ്, ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.